ഹായ് ഫ്രണ്ട്സ്, അടുക്ക് മുല്ല എന്ന് കേട്ടിട്ടുണ്ടോ? അത് അങ്ങനെയുള്ള ഒരു മുല്ലയാണ് നിങ്ങൾ ഈ കാണുന്നത്, മുല്ലപ്പൂവാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും കുറച്ച് ഉണങ്ങിപ്പോയി. ഇന്നലെ ഇവിടുത്തെ മഴയിൽ ഇതിൻ്റെ വിരിഞ്ഞ പൂക്കൾ മുട്ടൊക്കെ ഒരുപാടങ്ങ് പൊഴിഞ്ഞു പോയതാണ്. നമ്മളെല്ലാം പറക്കി ഇവിടെ ക്ലീനാക്കി ഇട്ടേക്കുവാണ്. ഇവിടെയൊക്കെ കുറച്ച് പൂക്കളുണ്ട്. അതായത് ശരിക്കും ഒരു മുല്ലപ്പൂവിൻ്റെ തട്ടിൽ ഒരെണ്ണം കൂടെ ഓൾറെഡി വന്നേക്കുന്നതാണ് ഈ പൂവിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. അങ്ങനെയാണ് ഇതിന് അടുക്കുമുല്ല എന്ന് പേര് കിട്ടിയത്. അതുപോലെ ഇവിടെ എല്ലാം ഇതിൻ്റെ പൂക്കളെല്ലാം അങ്ങനെ നിൽക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം നിൽക്കുന്ന അടുക്കുമുല്ലയാണ്. ഇതിൻ്റെ മൊട്ട് നമ്മുടെ സാധാരണ എങ്ങനെയാണ് ഒരു മുല്ലമൊട്ട് ഇരിക്കുന്നതിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് ഉള്ളത്. കാണുന്നില്ലേ? ഇതാണ് അടുക്ക് മുല്ലയുടെ മൊട്ട്. ഇതെല്ലാം നല്ല ഇനിയൊരു 10-50 മൊട്ട് അതിനകത്തുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ പൂ പറിക്കുന്നതായിരിക്കും. ഇത് അവിടെ നിൽക്കുന്നതെല്ലാം നമ്മുടെ അടുക്ക് മുല്ലയുടെ പൂക്കളാണ്. ഇതെല്ലാം മുല്ലപ്പൂവാണ്. നമ്മുടെ മുല്ലച്ചെടി കാണാൻ ഈ വലുപ്പത്തിനാണുള്ളത്. അതൊരു മുരിങ്ങയിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞ് വീഴും. നമ്മൾ വീണ്ടും എടുത്ത് കുത്തിവെക്കും. ആദ്യം നിന്നത് ഈ കാണുന്ന പേരയിലായിരുന്നു. പിന്നെ ഈ പേര മരം ഒടിഞ്ഞു വീണപ്പോൾ നമ്മൾ പിന്നെ അതിനെ പടർത്തി അതിലോട്ടാക്കി മാറ്റി വെച്ചു. ഇതിൻ്റെ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ചൂടാണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ അടുക്ക് മുല്ലയുടെ മുല്ലച്ചെടിയും മുല്ലപ്പൂവും.